الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله وصفيه اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي المصطفى محمد صلى الله عليه وسلم أنا سيد ولد آدم ولا فخر صدق رسول الله يا سيدي يا رسول الله يا عملي يا من ألوذ به إن زلت القدم أشكو إليك ذنوبا أنت تعلمها إن لم تكن مدركي حفت بي النقم ആദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാനമുള്ള കാരണവന്മാരെ, കർമ്മധീരരായ പ്രവർത്തകരെ, സത്യാന്വേഷികളായ ശ്രോതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ്റെ ദീനിൻ്റെ യഥാർത്ഥ വശങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും വേണ്ടി നാം ഇവിടെ സംഗമിച്ചത് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഇതിനെയും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, നമുക്ക് കടപ്പാടുള്ളവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു പുറത്ത് തരുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും പ്രയാസങ്ങളെ അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. വിഷമങ്ങളെ അല്ലാഹു അകറ്റിത്തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘ ആയുസ് അവർക്കും നമുക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെയും അവരെയും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരെയും അല്ലാഹു നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സഹോദരന്മാരെ, പാരമ്പര്യമായി വിശുദ്ധ ഇസ്ലാമിൻ്റെ തനിമയാർന്ന ആശയങ്ങൾ സ്വീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ ആശയ വാക്താക്കൾ ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഈ വല്ലപ്പുഴയും അതിൻ്റെ പരിസരവും. ഈ രാജ്യത്തുള്ള വിശ്വാസികളുടെ
വിശ്വാസം തകർക്കുവാനും പൂർവീകരുടെ പാരമ്പര്യത്തിൽ നിന്ന് വിശ്വാസികളെ അടർത്തിയെടുക്കുവാനും വേണ്ടി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനേകം ഇസ്ലാമിൻ്റെ പേരിലുള്ള ക്ഷുദ്ര സംഘടനകളും പ്രസ്ഥാനങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ശൗര്യമുള്ള പ്രസംഗകനെന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു മൗലവി ഈ രാജ്യത്ത് വരികയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളെയും സുന്നികളായ ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മഹാത്മാക്കളെയും ഔലിയാക്കളെയും ഒക്കെ കൊച്ചാക്കുകയും അവരുടെ കീർത്തനങ്ങളായി നാം ഉരുവിടുന്ന മാല മൗലിദുകൾ അതിനെ പരിഹസിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്ത് വിശ്വാസികളിൽ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും മറുപടികളുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും പ്രവേശിക്കാൻ സമയം അനുവദിക്കുകയില്ല. ഇവിടെ അദ്ദേഹം പരാമർശിച്ച വിഷയം മാല മൗലിദുകൾ എന്നതാണ്. മാല മൗലിദുകളിൽ മദുഹുണ്ടോ ശിർക്കുണ്ടോ എന്നാണ് ഇവിടെ പറഞ്ഞിരുന്ന വിഷയം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 2-2.5 മണിക്കൂറോളമുള്ള പ്രസംഗം തീർന്നപ്പോൾ അദ്ദേഹം സ്ഥാപിക്കുന്നത് മാലകളിലും മൗലിദുകളിലും മദ്ഹല്ല ഉള്ളത്, ശിർക്കാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി വരികയാണ്. മാലകളും മൗലിദുകളും എന്ന് പറയുമ്പോൾ എന്താണ് മാല മൗലിദുകൾ എന്ന് നമ്മൾ ചെറിയ രൂപത്തിൽ വിശകലനം ചെയ്യണം. മാലകളും മൗലിദുകളും എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാൽമാക്കൾ, ആ മഹാൽമാക്കളുടെ കീർത്തനങ്ങൾ, അവരുടെ അപദാനങ്ങൾ, അവരുടെ മഹത്വങ്ങൾ, അവരുടെ പോരിശകൾ, അത് പദ്യമായും ഗദ്യമായും പദ്യഗദ്യ സമ്മിശ്രമായും ഒക്കെ പറയുന്നതിനാണ് മാലകൾ മൗലിദുകൾ എന്നൊക്കെ പറയുന്നത്. അറബി ഭാഷയിൽ പദ്യമായും അതുപോലെ ഗദ്യമായും പദ്യഗദ്യ സമ്മിശ്രമായി നമ്മൾ പറയുന്നതിന് മൗലിദുകൾ എന്ന് പറയും. മങ്കൂസ് മൗലിദ്, ഷറഫലാന മൗലിദ് നമുക്കറിയാം. ആദ്യം ഒരു ഹദീസ് വായിക്കും നമ്മുടെ ഭാഷയിൽ, പിന്നെ ഒരു ബൈത്ത്, അല്ലേ? ഇങ്ങനെയാണ് അതിൻ്റെ ശൈലി. അതിന് സാധാരണഗതിയിൽ മൗലിദുകൾ എന്ന് പറയുന്നു. ഈ ആശയങ്ങൾ നമ്മുടെ കേരളീയ മുസ്ലിമീങ്ങളുടെ ഭാഷയായ അറബി മലയാളത്തിൽ നമ്മൾ ഉരുവിടുമ്പോൾ, അറബി അല്ലാത്ത ഭാഷയിൽ അവരുടെ മഹത്വങ്ങൾ ഉരുവിടുമ്പോൾ, കീർത്തനങ്ങൾ നടത്തുമ്പോൾ അതിന് മാലകൾ എന്ന് പറയും. അത് തന്നെ അറബി ഭാഷയിൽ ബൈത്താക്കി മാത്രം, പദ്യമാക്കി മാത്രം ചൊല്ലുകയാണെങ്കിൽ അതിന് ബൈത്തുകൾ എന്ന് പറയും. ബുർദ ബൈത്ത്, ഖുതുബിയത്ത് ബൈത്ത്, ബദർ ബൈത്ത് എന്നൊക്കെ പറയുന്നത് ഇതിനാണ്. എന്തായാലും അതിലുള്ള ആശയം മഹാൽമാക്കളുടെ കീർത്തനമാണ്, അവരുടെ അപദാനങ്ങളാണ്, അവരുടെ മഹത്വങ്ങളാണ്. ആ മഹത്വങ്ങൾ അല്ലെങ്കിൽ അവരുടെ കീർത്തനങ്ങൾ അത് പാടി പറയാമോ, അത് പുകഴ്ത്താമോ എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് 2 അഭിപ്രായമില്ല. ഞാൻ അതേക്കുറിച്ച് വിശദമായി ഇറങ്ങി സംസാരിക്കുന്നില്ല. പണ്ഡിതന്മാരൊക്കെ, ഇമാം നബവിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഹദീസുകളുടെയും നിരവധി ആയത്തുകളുടെയും അടിസ്ഥാനത്തിൽ മഹാൽമാക്കളുടെ കീർത്തനങ്ങൾ, മദ്ഹുകൾ, അപദാനങ്ങൾ പറയുന്നത് പുണ്യകർമ്മമാണ്, സുന്നത്താണ് എന്ന് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ഇമാം നബവിയുടെ വിശ്രുതമായ അൽ അദ്കാർ എന്ന ഗ്രന്ഥം നോക്കിയാൽ നമുക്കിത് കാണാം. വേറെയും ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ, ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ പോലുള്ള പണ്ഡിതർ, ലോകത്ത് വിശ്രുതരായ എല്ലാ പണ്ഡിതന്മാരും ഇത് രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മഹാത്മാക്കളുടെ കീർത്തനങ്ങളാകുന്ന മാലകളും മൗലിദുകളും, ആ മാലകളും മൗലിദുകളും ഉരുവിടുന്നത് പുണ്യകർമ്മമാണ്,
മുസ്ലിമീങ്ങൾ നിരാക്ഷേപം ചെയ്തു വരുന്ന കാര്യമാണ്. അതിന് കൂടുതൽ തെളിവുകളും പ്രമാണങ്ങളും ഒന്നും നിരത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുസ്ലിം ലോകത്ത് അതിന്റെ ആവശ്യവുമില്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുകളും പരതിയാൽ നമുക്കത് യഥേഷ്ടം കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ എടുത്തു പരതിയാൽ മഹാത്മാക്കളുടെ കീർത്തനങ്ങൾ എത്രയാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. എത്രയാണ് സൂറത്തുകളിൽ തന്നെ മഹാത്മാക്കളുടെ പേരുകളിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സംവിധാനിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ കിതാബുൽ മനാഖിബ് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ നമുക്ക് കാണാം. മഹാത്മാക്കളുടെ പോരിശകൾ പറയുകയാണ് അതിൽ. അപ്പൊ അത് പറയാമോ, അത് ഉരുവിടാമോ എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് ഒരു തർക്കവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ മൗലിദുകൾ നടത്തുക, അതുപോലെ തന്നെ മാലകൾ, മഹാത്മാക്കളുടെ അവതാരങ്ങൾ നടത്തുക എന്നത് മുസ്ലിം ലോകം അംഗീകരിച്ചു പോരുന്ന കാര്യമാണ്. മുസ്ലിമീങ്ങൾ മൗലിദ് നടത്താനുള്ള പ്രമാണവും അതാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എടുത്തു പരതിയാൽ നമുക്കിത് കാണാൻ കഴിയും. ഏറ്റവും വലിയ മൗലിദ് നമുക്കറിയാം, ഏറ്റവും വലിയ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണുള്ളത്. റസൂലുള്ളാഹിന്റെ പേരിലുള്ള മൗലിദുകൾക്ക് കയ്യും കണക്കുമില്ല. പൂർവീക പണ്ഡിതന്മാർ മൗലിദുകളായി മാത്രം രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അതിന്റെ പേരുകൾ മാത്രം എണ്ണിപ്പറയാൻ, എനിക്കറിയുന്നത് തന്നെ എണ്ണിപ്പറയാൻ ഇവിടെ മണിക്കൂറുകൾ വേണ്ടി വരും. സഹോദരന്മാരെ, മൗലിദുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദ്, ആ മൗലിദ് നടത്താനുള്ള തെളിവുകൾ, പ്രമാണങ്ങൾ അത് വിശുദ്ധ ഖുർആനാണ്, തിരുസുന്നത്തുകളാണ്, മുസ്ലിം ലോകത്തിന്റെ പാരമ്പര്യമാണ്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ ഇറങ്ങുന്നില്ല. അതിലേറെ മർമ്മപ്രധാനമായിട്ടുള്ളത് ആ മാലകളിലും മൗലിദുകളിലും അടങ്ങിയിട്ടുള്ള പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് അതിലേക്കാണ് കൂടുതൽ എൻ്റെ സമയം ഞാൻ വിനിയോഗിക്കുന്നത്. എന്നാലും മുസ്ലിം ലോകത്തിന്റെ പാരമ്പര്യം എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാം, ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ വിശ്രുത പണ്ഡിതൻ ഹാഫിള് ഇമാം അഹ്മദുൽ ഖസ്തലാനി തന്റെ വിശ്രുതമായ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് നടത്തുന്ന പരിപാടി, റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ആ മൗലിദ് കൊണ്ടാടുന്ന പരിപാടിയുണ്ട്. അതേക്കുറിച്ച് പറയുന്നത് കാണാം. വലാ സാല അഹ്ലുൽ ഇസ്ലാമി യഹ്തഫിലൂന ബിശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം വയഅമലൂന അൽ വലായിമ വയതസദ്ദഖൂന ഫീ ലയാലിഹി ബിഅൻവാഇ സ്വദഖാതി ويظهرون السرور ويزيدون في المبرات ويعتنون بقراءة مولده الكريم. എന്തൊക്കെയാണ് പറയുന്നത്? വലാ സാല അഹ്ലുൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ ആളുകൾ എല്ലാവരുമായിരുന്നു യഹ്തഫിലൂന ബിശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മം നടന്ന റബീഉൽ അവ്വൽ മാസം ആഘോഷിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല വയഅമലൂനൽ വലായിമ, സദ്യകൾ ഒരുക്കാറുമുണ്ടായിരുന്നു. വയതസദ്ദഖൂന ഫീ ലയാലിഹി, അതിന്റെ രാത്രികളിൽ അവർ സ്വദഖ ചെയ്യാറുമുണ്ടായിരുന്നു. വയുദ്ഹിറൂന സുറൂറ, സന്തോഷം പ്രകടിപ്പിക്കാറുമുണ്ടായിരുന്നു. മാത്രമല്ല വയഅ്തനൂന ബിഖിറാഅത്തി മൗലിദിഹിൽ കരീം, ആരംഭ റസൂലിന്റെ മൗലിദ് പാരായണം ചെയ്യാൻ അവർ ശ്രദ്ധ പതിപ്പിക്കാറുമുണ്ടായിരുന്നു. ഇമാം അഹ്മദുൽ ഖസ്തലാനി തന്റെ വിശ്രുതമായ അൽ മവാഹിബുൽ ലദുന്നിയ ബിൽ മിനഹിൽ മുഹമ്മദിയ എന്ന ഈ ഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ വാള്യം 148 പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ഞാൻ പറയുന്നത് ഇത് മുസ്ലിം ലോകത്ത് നിലനിൽക്കുന്ന ഒരു ആചാരമാണ് എന്ന കാര്യം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇറങ്ങുന്നില്ല. ഞാൻ പറയുന്നത് സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂലിനെ ആദരിച്ചുകൊണ്ടും റസൂലുള്ളാഹിന്റെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുമാണ് മുസ്ലിം ലോകം പ്രവാചകരുടെ കീർത്തനങ്ങളാകുന്ന മൗലിദുകൾ ഉരുവിടുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള ബിദഅകൾ പറയുന്നത്, നമ്മുടെ രാജ്യത്തുള്ള മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നത്, ഇവിടെ പ്രസംഗിച്ച മൗലവി തന്നെ പറയുന്നത് എന്താണെന്നറിയാമോ? ഇപ്പൊ റസൂലുള്ളാഹിന്റെ പേരിൽ ഇപ്പൊ ഇവർ മദ്ഹ് പറയുക എന്ന പേരിൽ ഒരലർച്ചയാണ്. റബീഉൽ അവ്വൽ 12 സുബഹിന്റെ മുമ്പ് ഇവിടെ ആകെ ഒരു അലർച്ചയാണ്.
അവർക്കത് കേൾക്കാൻ കഴിയില്ല. ആരംഭ റസൂലുള്ള ജനിച്ചു എന്ന് കേട്ടപ്പോ ആ റസൂലുള്ളാന്റെ കീർത്തനം അന്ന് ഇബ്ലീസിന് കേൾക്കാൻ കഴിയാതെ അവൻ ഓടിയകന്നു എന്ന് ചരിത്രത്തിലും ഹദീസിലും കാണാം. അതുപോലെ നമ്മുടെ രാജ്യത്തുള്ള ഈ വിഭാഗത്തിന് അത് സഹിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിനെ കീർത്തനം മൗലിദ് ഓതേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വത്തെ കളങ്കപ്പെടുത്താനാണ് നമ്മുടെ രാജ്യത്തുള്ള ബിദഅകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതാൻ പാടില്ല എന്ന് മാത്രമല്ല ഇവർ പറയുന്നത്, പിന്നെയോ അള്ളാഹുവിന്റെ റസൂലിനെ കൊച്ചാക്കി എന്തുമാത്രമാണ് ഒരു മൗലവി പ്രസംഗിക്കുകയാണ്. ഇവിടെ വന്ന മൗലവിയുടെ വലിയ നേതാവായ ഒരു മൗലവിയുണ്ട്, മുജാഹിദുകളുടെ ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ സംസ്ഥാന ഡയറക്ടർ മിസ്റ്റർ KV അബ്ദുൽ ലത്തീഫ് മൗലവി. അയാൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? അയാൾ പറയുന്നത് റസൂലുള്ളാഹി തങ്ങൾ ആ കുട്ടിയെ മാതാവ് ഗർഭം ധരിച്ചപ്പോഴേക്ക്, മൂപ്പരുടെ ഭാഷ അതല്ല, വയറ്റിൽ ഊറിയപ്പോഴേക്ക് തന്നെ വാപ്പ മരിച്ചു, തന്ത തെറിച്ചു. അങ്ങനെ അദ്ദേഹം ഓരോന്ന് പറയാണ്. സത്യത്തിൽ നിങ്ങൾ ഇത് കേട്ടാല് അഷ്റഫുൽ ഖൽഖ് നല്ല നിങ്ങൾ പറയുക. ഒരു മൗലവി റസൂലുള്ളാഹിനെ ബഹുമാനിച്ചു പറയാണ്. നിങ്ങൾ കേട്ടോളൂ, ഞാൻ കേൾപ്പിച്ചു തരാം. അയാൾ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. അല്ലേ, പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരെ ഏറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എൻ്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായതിൻ്റെ ശേഷം ആ ദജ്ജാലുണ്ടല്ലോ ഓ ഉണ്ടായതിൻ്റെ ശേഷം ഉള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായി. പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോള് പറയാറുണ്ട്. കണ്ടോ, മുജാഹിദുകൾക്ക് ഇത് ഉള്ളിലുണ്ട് എന്നാ. ആ ദജ്ജാൽ ഉണ്ടായതിന്റെ ശേഷമാണ് എൻ്റെ മറ്റേത് ഉണ്ടായത്. ഇയാൾ നിങ്ങൾ ചിന്തിക്കണം, ഇത് റസൂലുള്ളാഹിനെ ബഹുമാനിച്ചുകൊണ്ട് കേരളത്തിലെ മുജാഹിദുകൾ പറയുന്നതാണ്. നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞില്ല സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ആ മഹത്വം വർണ്ണിക്കുന്നത് നാം പല രൂപത്തിൽ മൗലിദുകളിലൂടെ വർണ്ണിക്കുന്നത് ഇവർക്ക് പിടിക്കുന്നില്ല. എന്നു മാത്രമല്ല, മൗലിദ് ഓതാൻ പാടില്ല എന്ന് പറയാൻ തന്നെ കാരണം എന്താ? മൗലിദുകളിൽ ഒരുപാട് സ്വലാത്തുകൾ വിശ്വാസികൾ ഉരുവിടും, നമുക്കറിയാം. ആ സ്വലാത്തിനെയും ഇവര് എതിരാ. റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്തിനെ പരിഹസിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഇതേ മൗലവി തന്നെ പരിഹസിക്കുന്നു. അയാൾ പറയുന്നു, നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ ഇങ്ങനെ അത് ചെയ്യിക്കുക. അപ്പൊ നബിയുടെ പേരിൽ ഇങ്ങനെ കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി, ഇതെന്താ? നബിയുടെ പേരിൽ ഇങ്ങനെ കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി, ഇതെന്താ? റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി ഇതെന്താണ്? നിങ്ങൾ ചിന്തിക്കണം, ഇതെന്താണ്? ഇത് വിശ്വാസികൾ എന്തുകൊണ്ടാണ് ആരംഭ റസൂലിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലുന്നത്? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും മലക്കുകളും പ്രവാചകരുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, നിങ്ങളും ആ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. പരിശുദ്ധ ഖുർആൻ നമ്മോട് നിർദ്ദേശിച്ചതാണ്. അതുകൊണ്ട് വിശ്വാസികൾ ചൊല്ലുന്നു. എന്നിട്ട് മൗലവി പറയുന്നു, നബിയുടെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി, ഇതെന്താണ്? നോക്ക്, നിങ്ങൾ സ്വലാത്ത് ചെല്ലുന്നത് ഇവർക്ക് ദേഷ്യമാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ പ്രസംഗിച്ച മൗലവി ഒരു സ്ഥലത്ത് വെച്ച് പ്രസംഗിക്കുകയാണ്. അയാൾ പറയുന്നത് എന്താണ്? ഇപ്പൊ റബീഉൽ അവ്വൽ മാസം വരാൻ പോവാണ്, ഇപ്പൊ തുടങ്ങും മുസ്ലിംമാര് സലാത്തുല്ലാ സലാമുല്ലാ എന്ന് പറഞ്ഞിങ്ങനെ ഇറങ്ങും. ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാണ്? അയാൾ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. KK സക്കരിയ സലാഹി എന്ന് പറയുന്ന മുജാഹിദിന്റെ AP അബ്ദുൽ ഖാദർ മൗലവി കഴിച്ച പിന്നത്തെ വലിയ നേതാവാ. അയാൾ പറയുന്നത് കേട്ടോളൂ. ഇപ്പൊ തുടങ്ങും ഓരോ കമാൻഡർമാരെ മാതിരി ബിസിലൊക്കെ ഉണ്ട് തിറങ്ങും മുസ്ലിയാക്കന്മാര്. എവിടുന്ന് കിട്ടിയതാ അതൊക്കെ? കണ്ടോ, എവിടുന്ന് കിട്ടിയതാണ് ഇതൊക്കെ? ആരംഭ റസൂലിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് അത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാണ് എന്നാ ചോദ്യം.
സഹോദരന്മാര് ചിന്തിക്കണം. കഴിഞ്ഞില്ല, വേറൊരു മൗലവി ഉണ്ട്, സുഹൈർ ചുങ്കത്തറ എന്ന് പറയുന്ന മൗലവി. ആ മൗലവി പറയുന്നത് എന്താണ്? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്താ കൂത്താണോ? അയാൾ പറയുന്നു, കേട്ടോളൂ നിങ്ങൾ. പ്രാർത്ഥിക്കുന്ന കോലായത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇതെന്താ കൂത്ത? ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോട്? ഇല്ല. ഇതാര വക? മുസ്ലിയാക്കന്മാരെ വക. ഖുർആനിലുണ്ടോ? ഇല്ല. സുന്നത്തിലുണ്ടോ? ഇല്ല. സഹാബത്തിന്റെ നടപടിക്രമങ്ങളിലുണ്ടോ? ഇല്ല. നോക്കൂ നിങ്ങൾ, പ്രവാചകർ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബികൾ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾ ഏതു മതമാണ് പഠിച്ചത് എന്ന് എനിക്കറിയില്ല. പ്രവാചകരുടെ സാന്നിധ്യത്തിൽ വെച്ച് എത്ര സ്വഹാബികളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കീർത്തനങ്ങൾ നമുക്കറിയില്ലേ പദ്യമായി അവർ ഉരുവിട്ടിട്ടുള്ളത്. എത്രയാണ് സ്വലാത്തുകൾ? ഇസ്ലാമിക ചരിത്രം എടുത്തു പരതിയാൽ അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈഹിൽ മുസ്തഫൗനൽ അഖിയാർ. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സ്വലാത്ത് ചൊല്ലിയ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നൂറുകണക്കിന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു അള്ളാഹിന്റെ റസൂലിന്റെ സ്വലാത്ത് പദ്യമായി ചൊല്ലിയത് നമുക്ക് കാണാൻ കഴിയും. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സ്വലാത്തുകൾ പദ്യമായി ചൊല്ലിയത് കാണാൻ കഴിയും. എന്നിട്ട് ഇയാൾ ചോദിക്കുകയാണ്, ഇതേതാ സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ, നബി പഠിപ്പിച്ചിട്ടുണ്ടോ? ഓർക്കണം നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു വിശ്വാസികൾ മൗലിദുകളിലൂടെ. അത് പാടില്ല, അതിനെ എതിർക്കുകയാണ് മുജാഹിദുകൾ. എന്നിട്ട് പറയുന്നത് എന്താണ്? മൗലിദ് നടത്താൻ നമുക്കുള്ള തെളിവ് എന്താണത്രേ? ഒരു മുജാഹിദ് മൗലവി, ഇവിടെ പ്രസംഗിച്ച മൗലവി പറയുകയാണ്, എന്താ പറയുന്നത് എന്നറിയോ? മൗലിദ് നടത്താൻ ഇവർക്ക് ആകെയുള്ള തെളിവ് ഇതാണ്. എന്ത്? എല്ലാവരും അവരവരുടെ നേതാക്കളുടെ ജയന്തി ആഘോഷിക്കുന്നു, അതുകൊണ്ട് നമ്മളും നമ്മുടെ നേതാക്കളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ ജയന്തി ആഘോഷിക്കേണ്ടതല്ലേ? ഇതാണ് ഇപ്പൊ നമ്മുടെ തെളിവ്. നമ്മുടെ തെളിവ് മൂപ്പരാ പറയുന്നത്. കേട്ടോളൂ നിങ്ങൾ, അയാൾ പറയട്ടെ. അതിനാണ് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നത്. കൊടി തോരണങ്ങൾ കെട്ടി വീടുകൾ അലങ്കരിച്ച് പള്ളിക്ക് പെയിന്റടിച്ച് അല്ലേ? എന്നിട്ട് പറഞ്ഞെന്താ? എല്ലാ നേതാക്കന്മാരുടെയും ജയന്തി കൊണ്ടാടുമ്പോൾ നേതാക്കളുടെ നേതാവായ നബിയുടെ ജയന്തി കൊണ്ടാടേണ്ടതല്ലേ? അതാപ്പ തെളിവ്. ശ്രീകൃഷ്ണ ജയന്തി, ഗുരു നാനാക്ക് ജയന്തി, നെഹ്റു ജയന്തി, ഗാന്ധി ജയന്തി, അപ്പൊ പിന്നെ മുഹമ്മദ് നബി ജയന്തി വേണ്ടേ? കേട്ടില്ല നിങ്ങൾ? ഇങ്ങനെ എല്ലാവരും ജയന്തി കൊണ്ട് ആടുന്നു, അതുപോലെ നമ്മുടെ നേതാവിന്റെ ജയന്തി കൊണ്ടാടേണ്ടതല്ലേ? ഇതാണ് ഇവരുടെ തെളിവ്. ഇതിനു വേണ്ടിയാണ് തോരണങ്ങൾ അണിയിക്കുന്നത്, പള്ളിക്ക് പെയിന്റടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നത് കേൾക്കണം നിങ്ങൾ. സഹോദരന്മാരെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരംഭ റസൂലിന്റെ മൗലിദ് കഴിക്കാനും മൗലിദ് ഓതാനുമുള്ള തെളിവ് ആരെങ്കിലും ജയന്തി നടത്തുന്നുണ്ടോ എന്നതല്ല, പരിശുദ്ധ ഖുർആനാണ്, ഹദീസുകളാണ്, പൂർവീക മുസ്ലിമീങ്ങളുടെ നിലപാടുകളാണ്. അത് വിവരമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യവും കൂടി പറഞ്ഞോട്ടെ സഹോദരന്മാരെ. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അവരെഴുതിയ പ്രസിദ്ധീകരണമാണ് എൻ്റെ കയ്യിൽ. അവരുടെ പ്രാചീന നേതാക്കൾ, സ്ഥാപക നേതാക്കൾ എഴുതിയ പ്രാചീന പ്രസിദ്ധീകരണം. ഇതിന്റെ പേരെന്താണ്? അൽ മുർഷിദ്. KM മൗലവിയും അതുപോലെ തന്നെ EK മൗലവിയും ഒക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള, അവരുടെ പത്രാധിപത്യത്തിൽ വന്നിട്ടുള്ള അൽ മുർഷിദ് മാസിക 1937 ഇറങ്ങിയ അൽ മുർഷിദ് മാസികയിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ. എന്താണ് പറയുന്നത്? അൽ മൗലിദുൻ നബവിയു. എന്നിട്ട് പറയുന്നു, റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു, അത് നമ്മെ ആനന്ദിപ്പിക്കുന്നു, അത് നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു, നാം സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു, നമ്മുടെ ഹൃദയം വികസിക്കുന്നു, ഓരോ മുസ്ലിമിന്റെയും മുഖകമലങ്ങളിൽ ഹർഷ ചിഹ്നങ്ങൾ കളിയാടുന്നു, ഓരോ ഭക്തനും സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നു. എന്തുകൊണ്ട്? അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വന്നു വരുന്നത് കൊണ്ട്. ഇത് പറയുന്നത് ആരാ? മുജാഹിദുകളുടെ സ്ഥാപക നേതാക്കളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? റബീഉൽ അവ്വൽ മാസം വരുമ്പോഴേക്ക് ആനന്ദിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്, സന്തോഷം കൊണ്ട് ചാഞ്ചാടുകയാണ്.
അവരുടെ ഹൃദയം വികസിക്കുന്നു. ഓരോ മുസ്ലിമിന്റെയും മുഖകമലങ്ങളിൽ ഹർഷ ചിഹ്നങ്ങൾ കളിയാടുന്നു. അവർ ഭൂമിയിലുമല്ല ആകാശത്തിലും അല്ലാതെ തുള്ളിച്ചാടുകയാണ് എന്നാ പഴയ മുജാഹിദ് പറയുന്നത്. ഇന്നത്തെ മുജാഹിദുകളോ സഹോദരന്മാരെ, റബീഉൽ അവ്വൽ മാസം വരുമ്പോഴേക്ക് അവരുടെ മുഖത്ത് അട്ടട മുഖത്ത് ഉപ്പ് വെച്ചതുപോലെയാണ്. ഒറ്റൊന്നിൻ്റെ ഒരു തെളിച്ചുണ്ടാവൂല. നോക്കൂ നിങ്ങൾ, എന്താണ്? ഒന്നുമില്ല, അള്ളാന്റെ റസൂലിന്റെ പേരിൽ കുറച്ച് സ്വലാത്ത് ചൊല്ലുമല്ലോ എന്ന് കരുതിയിട്ട് കഴിഞ്ഞില്ല. എന്നിട്ട് ഈ ലേഖനത്തിൽ പറയുന്നു, വളരെ വിശാലമായ ലേഖനമാണ്, ഞാൻ ചുരുക്കി പറയട്ടെ. ഇതിൽ പറയുന്നു, ഉത്തമ ഗുരു ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. സക്കരിയ സലാഹി അയാളെ കൊണ്ടുവന്ന മുജാഹിദുകളെ നിങ്ങൾ ചിന്തിക്കണം. ഇത് KM മൗലവിയാണ് എഴുതി വെച്ചിട്ടുള്ളത്. KM മൗലവിയാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. നിഷേധിക്കാൻ കഴിയില്ല. എന്നിട്ട് പറയുന്നത് എന്താ? ലോകം മുഴുവനും കൊണ്ടാടുന്നു. ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. വഹാബികളെ, നിങ്ങൾ ഇത് കൊണ്ടാടണമെന്ന നേതാക്കളെ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. എന്നിട്ട് അയാൾ പറയുന്നു, ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിപ്പിക്കുന്നുണ്ട്. തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യ ഹൃദയങ്ങളിൽ ഊന്നിപ്പിടിപ്പിക്കുന്നു. സഹോദരന്മാരെ, എന്നിട്ട് അൽ മുർഷിദ് മുജാഹിദിന്റെ പത്രമാണ്, അത് എഴുതുകയാണ്, ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിപ്പിക്കുന്നുണ്ട്. തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യ ഹൃദയങ്ങളിൽ ഊന്നിപ്പിടിപ്പിക്കുന്നു. റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് ഉണ്ടാക്കാൻ കഴിയും മൗലിദ് കൊണ്ട്. എന്നിട്ട് പറയുന്നത് എന്താ? മൗലിദിന്റെ മജ്ലിസ് ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്സ്, ഒരു പുണ്യ സദസ്സ് തന്നെയാണ്. ഏത്? മൗലിദിന്റെ മജ്ലിസ് ബിദ്അത്താണ്, നരകത്തിലേക്ക് പോകുന്നല്ല. പിന്നെയോ ഈ മൗലിദിന്റെ മജ്ലിസ് ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്സ്, ഒരു പുണ്യ സദസ്സ് തന്നെയാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. അന്ത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വാശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി എന്നൊരു വിടുന്ന മൗലിദിന്റെ മജ്ലിസ് ഒരു പുണ്യ സദസ്സാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു. അപ്പൊ അതിന് സംബന്ധിക്കാൻ തൗഫീഖ് ലഭിച്ചിട്ടില്ലാത്ത മുജാഹിദുകളെ, നിങ്ങൾ മഹാ നിർഭാഗ്യവാന്മാരാകുന്നു. ആരാത് പറയുന്നത്? KM മൗലവിയാണ്, KM മൗലവിയാണ്. സംശയമുള്ള മുജാഹിദുകൾ ഉണ്ടെങ്കിൽ വല്ല പൊന്തക്കാട്ടിലും ഒളിച്ചിരിക്കണ്ട, ധൈര്യമായി കടന്നു വരാം, ചോദിക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. എന്നിട്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ തിരിച്ചു പോകാം. നിങ്ങളുടെ പരിപാടിയിൽ ഈ സൗകര്യം ഉണ്ടാവൂല. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ്. ഞങ്ങൾ ഈ പറയുന്ന വിഷയത്തിൽ കളവുണ്ടോ, തെറ്റുണ്ടോ, സംശയമുണ്ടോ, ആർക്കും കടന്നു വരാം, ചോദിക്കാം, ഉറപ്പുവരുത്താം. സഹോദരന്മാരെ, അപ്പൊ ഞാൻ പറയുന്നത്, ചുമരുകള് അലങ്കരിക്കലും കൊടിതോരണങ്ങൾ വെക്കലും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടലും ആദ്യം നടത്തിയതും നടത്താൻ പറഞ്ഞതും മുജാഹിദുകളുടെ നേതാക്കളാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഈ മൗലിദാഘോഷം നടത്തേണ്ടതാണ് എന്ന് പഴയ കാലത്തെ മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി വെക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, പിന്നെ എന്നാണ് ഇത് ശിർക്കാണ്, ഇത് കുഫറാണ്, ഇത് അനാചാരമാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ മുജാഹിദുകളുടെ ആഫീസിലേക്ക് ജിബ്രീൽ വന്നത് എന്ന കാര്യം മുജാഹിദുകളാണ് വിശദീകരിക്കേണ്ടത്. അന്നൊക്കെ ഇത് തൗഹീദായിരുന്നു, അന്നൊക്കെ ഇത് പുണ്യകർമ്മമായിരുന്നു. എൻ്റെ കയ്യിൽ അവരുടെ അൽ ഇർഷാദ് മാസികയുണ്ട്. മുജാഹിദുകൾ റബീഉൽ അവ്വൽ 12 ജന്മദിനാഘോഷ റസൂലുള്ളാഹിന്റെ മൗലിദ് നടത്തുകയും അതിൽ ചീരടി കൊടുക്കുകയും ചെയ്ത, അന്നദാനം കൊടുക്കുകയും ചെയ്ത കഥ ഇതാ അൽ ഇർഷാദ് എന്ന് പറയുന്ന മുജാഹിദുകളുടെ പത്രമായിരുന്ന KM മൗലവിയുടെ
പത്രാധിപത്യത്തിലുള്ള ഈ പത്രത്തിൽ, അറബി മലയാള പത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സമയദാരിദ്ര്യം പറയുന്നത് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ പഴയ കാലത്ത് ഇവർ ഇതൊക്കെ ആഘോഷിച്ചവരാണ്. പിന്നെ എന്നാണ് ഇത് ശിർക്കും കുഫറുമായി പുതിയ സിദ്ധാന്തം അവതരിച്ചത് എന്ന് അറിയാൻ ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ. സഹോദരന്മാരെ, ഇവിടെ പ്രസംഗിച്ചപ്പോൾ സക്കരിയ സലാഹി എന്ന് പറയുന്ന മൗലവി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന് മുകളിലുള്ള മനോഹരമായ പച്ചക്കുബ്ബ ലോക മുസ്ലിമീങ്ങളുടെ ശാന്തിയുടെ കേന്ദ്രമായി പരിലസിക്കുന്ന, ലോകത്ത് കഴിഞ്ഞു പോയ ആയിരക്കണക്കിന് പണ്ഡിതന്മാർ നൂറ്റാണ്ടുകളായി ആ പച്ചക്കുബ്ബയുടെ അരികിൽ പോയി ആരംഭ റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യുകയും ബഹുമാനാദരവോടെ സലാം പറയുകയും ചെയ്ത് തിരിച്ചു പോന്ന, സന്തോഷത്തോടെ കൺകുളിർക്കെ കണ്ട ആ മനോഹരമായ പച്ചക്കുബ്ബ അത് അടിച്ചു പൊളിച്ച് നിരപ്പാക്കണമെന്ന് ലോകത്താദ്യമായി പറഞ്ഞിട്ടുള്ള ഏക വ്യക്തി ഉണ്ടെങ്കിൽ അത് വല്ലപ്പുഴയിൽ പ്രസംഗിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശൗര്യമുള്ള നാക്കിന്റെ ഉടമയായ കെ സക്കരിയ സലാഹി എന്ന് പറയുന്ന മനുഷ്യന്റെ നാവുകൊണ്ടാകുന്നു എന്ന കാര്യം സഹോദരന്മാരെ നിങ്ങൾ മറക്കാൻ പാടില്ല. ആ മനുഷ്യനാണ് ഇവിടെ വന്ന് പ്രസംഗിച്ചത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന് മുകളിലുള്ള പച്ചക്കുബ്ബ അടിച്ചു പൊളിച്ച് കേരളത്തിലെ മുജാഹിദുകൾക്ക് ഭരണം കിട്ടിയാൽ ആ പച്ചക്കുബ്ബ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം അടിച്ചു പൊളിച്ച് നിരപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളല്ല, ജൂതന്മാരല്ല, ക്രിസ്ത്യാനികളല്ല, ഇവിടത്തെ RSS അല്ല, VHP അല്ല, ബജ്റംഗ് ദളല്ല. പിന്നെ ആരാണ്? വല്ലപ്പുഴയിൽ ഇവിടെ കഴിഞ്ഞ തവണ പ്രസംഗിച്ച വഹാബികളുടെ ഏറ്റവും വലിയ ദാക്കിന്റെ ഉടമ കെ സക്കരിയ സലാഹിയായിരുന്നു. ഏതാവട്ടെ, ആ മനുഷ്യൻ സഹോദരന്മാരെ മൗലിദാഘോഷം പാടില്ല എന്നതിന് പള്ളി ദർസിൽ നമ്മളൊക്കെ മുതാല ചെയ്യുന്ന കിതാബുണ്ട്, ഇയാനത്തു ത്വാലിബീൻ. ആ കിതാബിൽ നിന്ന് ഒരു ഉദ്ധരണി അയാൾ വായിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. അയാൾ പറയട്ടെ. പള്ളി ദർസിൽ ഓതുന്ന ഇയാനത്തു ത്വാലിബ് ഫത്വൽ മുഈൻ എന്ന ഫിഖ് കിതാബിന്റെ ഒരു ഹാസ്യയുണ്ട്. സയ്യിദ് ബക്കരി എന്ന ഈജിപ്തുകാരനാണ് രചിച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മൗലിദ് ആഘോഷിക്കുക എന്ന പരിപാടി ഉടലെടുത്തിട്ടുള്ളത് എന്നാണ്. സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞത് മൗലിദാഘോഷം എന്നത് ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട ഒരു ബിദ്അത്താകുന്നു, അനാചാരമാകുന്നു. നിങ്ങൾ കേട്ടില്ലേ? അയാൾ പറയുന്നത് എന്താണ്? ഇയാനത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥമാണിത്. ഇതിൽ പറയുന്നത് എന്താ? ഇന്ന അമലൽ മൗലിദി എന്നാണ്. അള്ളാന്റെ റസൂലിന്റെ പേരിൽ മൗലിദ് നടത്തുന്നതിന് പരിപാടിയല്ല. ലോകത്ത് ആദ്യം മൗലിദ് നടത്തിയത് 3 നൂറ്റാണ്ടിന്റെ ശേഷമാണ് എന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ അമലുൽ മൗലിദ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അതായത് പ്രത്യേക രൂപഭാവത്തിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രത്യേക രൂപഭാവത്തിലുള്ള ശൈലികൾ. അതായത് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു, അല്പം ഖുർആൻ ഓതുന്നു, പിന്നെ റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്നു, എന്നിട്ട് ചീരടി കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, എന്നിട്ട് പിരിഞ്ഞു പോകുന്നു. ഇമാം സുയൂത്തി തന്റെ അൽ ഹവീരിൽ ഫതാവയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ പരിപാടി അത് 3 നൂറ്റാണ്ടിന് ശേഷമാണ് ആരംഭിച്ചത് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്തുകൊണ്ട്? ഇയാൾ മൂടിവെച്ച അല്പഭാഗം ഞാൻ വായിക്കാം. എന്താണെന്നോ സഹോദരന്മാരെ, അദ്ദേഹം ഉദ്ധരിച്ച ഇയാനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി, അദ്ദേഹം പറഞ്ഞതിന്റെ തൊട്ടു താഴെയായി ഞാൻ വായിക്കാം. ഖാലൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആരാണ് ഹസൻ ബസ്രി? നമുക്കറിയില്ലേ, 400ഓളം സ്വഹാബികളെ നേരിൽ കണ്ട മഹാത്മാവാണ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. 400ഓളം സ്വഹാബികളെ നേരിൽ കണ്ടവർ. മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്ന് വളർന്നിട്ടുള്ളവർ. ആ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു 3 നൂറ്റാണ്ടിന്റെ ശേഷം ജീവിച്ചയാളല്ല, അതിനു മുമ്പ് ജീവിച്ചിട്ടുള്ള മഹാനാണ്. ആ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത് ഇതേ ഗ്രന്ഥത്തിൽ തന്നെ സക്കരിയ സലാഹി മൂടിവെച്ച ഭാഗത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇതിൽ പറയുന്നത് എന്താണ്? വദിത്തു ലൗ കാന ലീ മിസ്ലു ജബലി ഉഹദിൻ ദഹബൻ لأنفقته على قراءة مولد الرسول صلى الله عليه وسلم. എനിക്ക് ഉഹദ് പർവതം കണക്കെ സ്വർണ്ണമുണ്ടായിരുന്നെങ്കിൽ, ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സ്വർണം ഞാൻ മുഴുവനും, അദ്ദേഹം പറയുന്നു, ലഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ മൗലിദ് ഓതാൻ വേണ്ടി ഞാൻ അത് ചെലവഴിക്കുമായിരുന്നു.
ആരാത് പറയുന്നത്? 3 നൂറ്റാണ്ടിന് ശേഷം ജീവിച്ചവരല്ല. സക്കരിയ സലാഹി ഇത് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാപണ്ഡിതനാണ്. കഴിഞ്ഞില്ല, മഹാൻ തന്നെ. അതുപോലെ തന്നെ മഅറൂഫുൽ കർഹി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഹയ്യ ലിഅജലി ഖിറാഅത്തി മൗലിദിർ റസൂലി തആമൻ, ആരെങ്കിലും റസൂലുള്ളാഹിന്റെ മൗലിദിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കിയാൽ, വഅല്ലമ ഖദറഹു, റസൂലുള്ളാഹിന്റെ മഹത്വത്തെ അവൻ മഹത്വവൽക്കരിക്കുകയും ചെയ്താൽ, ഫഖദ് ഫാസ ബിൽ ഈമാൻ, അവൻ അതാ ഈമാൻ കൊണ്ട് വിജയിച്ചിരിക്കുന്നു. ഇത് പറയുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഹയ്യ ലി അജലി ഖിറാഅത്തി മൗലിദിർ റസൂലി തആമൻ, ആരെങ്കിലും റസൂലുള്ളാഹിന്റെ മൗലിദിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി, വജമഅ ഇഖ്വാനൻ, ആളുകളെ ഒരുമിച്ച് കൂട്ടി, വഔഖദ സിറാജൻ, വിളക്ക് കത്തിച്ചു, അതായത് വെളിച്ചം വിതറുന്ന പരിപാടി, അങ്ങനെ ലൈറ്റ് ഒക്കെ കത്തിച്ചു, വലബിസ ജദീദൻ, നല്ല വസ്ത്രം ധരിച്ചു, വതഅത്തറ, സുഗന്ധം ഉപയോഗിക്കുകയും ചെയ്തു, വതജമ്മല, ഭംഗിയാവുകയും ഒക്കെ ചെയ്തു. എന്നാൽ തഅലീമൻ ലി മൗലിദിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദിനെ വന്ദിച്ചുകൊണ്ടാണ് ഇത് ചെയ്തതെങ്കിൽ, ഹശറഹുല്ലാഹു യൗമൽ ഖിയാമ, അല്ലാഹു അവനെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്നത് മഹാത്മാക്കളോട് കൂടെയാകുന്നു. സഹോദരന്മാര് ചിന്തിക്കണം, ആരാണിത് പറയുന്നത്? സക്കരിയ സലാഹി വായിക്കാതെ മൂടിവെച്ച ഇതേ ഇയാനത്തു ത്വാലിബീനിൽ തന്നെയാണ് പറയുന്നത്. സഹോദരന്മാരെ ചിന്തിക്കണം, ആരാണ്? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഹിജ്റ 110 വഫാത്തായ പണ്ഡിതനാണ്. താബിഈകളുടെ നേതാവാണ്. 110 വഫാത്തായിട്ടുള്ളത്. 3 നൂറ്റാണ്ടിന്റെ ശേഷമല്ല, 3 നൂറ്റാണ്ടിന്റെ ഒക്കെ മുമ്പ്. അതുപോലെ തന്നെ ജുനൈദുൽ ബഗ്ദാദി വഫാത്താകുന്നത് ഹിജ്റ 298 മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ഹിജ്റ 200 ഇതൊക്കെ 3 നൂറ്റാണ്ടിന്റെ മുമ്പുള്ള കഥയാണ്, ശേഷമുള്ളതല്ല. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ മൗലിദ് എന്ന് പറയുന്ന പരിപാടി, റസൂലുള്ളാഹി തങ്ങളുടെ ആ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടികൾ ലോകത്ത് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേക രൂപഭാവത്തിലുള്ള ഈ പരിപാടി സഹോദരന്മാരെ, അത് ഹിജ്റ 300 ശേഷമാണ് പ്രത്യേക രൂപഭാവത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിലാർക്കും തർക്കവുമില്ല. ഇതാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്കരി പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് തുടങ്ങുന്നത് തന്നെ ശുദ്ധ അസംബന്ധമാണ്, കളവ് പറഞ്ഞുകൊണ്ടാണ്. ഇനി നോക്കൂ നിങ്ങൾ, സുന്നികളായ നമ്മൾ ചെയ്യുന്ന റബീഉൽ അവ്വലിൽ മൗലിദാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ റാലി നടത്താറുണ്ട്. നമ്മൾ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും നടത്താറുണ്ട്. അതിനെക്കുറിച്ച് ഇയാൾ പറയുകയാണ്. എന്താ പറയുന്നത് എന്നറിയോ? മൗലിദാഘോഷത്തിൽ നമ്മൾ നടത്തുന്ന റാലിയിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? അപ്പ് അപ്പ് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ മൗലിദാഘോഷവും നബിദിന റാലി നടത്തുന്നവരല്ലേ? ഇങ്ങനെ ഒരു നബിദിന ഒരു മുദ്രാവാക്യം നടത്തലുണ്ടോ? കേട്ടോളൂ, അയാൾ എന്ന് പറയട്ടെ. ജന്മദിനത്തിന് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. അപ്പൊ റസൂലുള്ളാഹിനെ അപ്പാക്കണമെങ്കിൽ ഈസാ നബിയെ ഡൗൺ ആക്കണം വേണ്ടേ? റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. അപ്പൊ റസൂലുള്ളാഹിനെ അപ്പാക്കണമെങ്കിൽ ഈസാ നബിയെ ഡൗൺ ആക്കണം വേണ്ടേ? നിങ്ങൾ പറയും, നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ നബിദിന റാലിയും മൗലിദ പരിപാടി നടത്തുന്നവരല്ലേ? ഇങ്ങനെ ഒരു മുദ്രാവാക്യം നടത്തിയിട്ടുണ്ടോ നമ്മളാരെങ്കിലും? പച്ചയായി മുമ്പിലിരിക്കുന്ന മുജാഹിദ് കുഞ്ഞാടുകൾ, അവരുടെ തലയിൽ പടച്ചവൻ വെറും കളിമണ്ണ് മാത്രമാണോ കൊടുത്തിട്ടുള്ളത്? ഒന്ന് അല്പം ചിന്തിക്കേണ്ടതല്ലേ സഹോദരന്മാരെ? നിങ്ങൾ ഓർക്ക് നോക്കി, ഇങ്ങനെ ആരെങ്കിലും മുദ്രാവാക്യം വിളിക്കുന്നുണ്ടോ? പച്ച കളവ് പറയുക, ഒരു ഉളുപ്പുമില്ല. ആ കളവ് ഇങ്ങനെയാണ് പറയുമ്പോൾ ഒരു താടിമ ഇങ്ങനെയാണ് തപ്പുനാണ്. അപ്പോൾ മനസ്സിലാക്കണത് വലിയ കളവാണ്. അതാണ് ഇപ്പം പറയാൻ സമയമില്ല. എൻ്റെ കണ്ടതൊക്കെ ഇനിയും വേണ്ടി വരും. ഞാൻ ഇവിടെ ഇനിയും വരും. ഞാൻ ഇപ്പം മൂപ്പരപ്പം കൂടിക്കൊണ്ടിരിക്കുക. ചാലിയത്ത് മൂപ്പർ 3 വട്ടം വന്നോ, ഞാനും 4-ാമത്തെ വട്ടം. നാളെ മറ്റന്നാൾ ഞാൻ വീണ്ടും പോവുകയാണ്. നുണ പറയുക, നുണക്ക് അവാർഡ് നോക്ക്. തസ്കരശ്രീ എന്തോ ഒരു അവാർഡ് ഉണ്ടല്ലോ, ആ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ മൂപ്പർക്ക് നമ്മൾ പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ അതിന് നമുക്ക് നാമനിർദ്ദേശം ചെയ്യാം. പച്ച കളവ് ഇങ്ങനെ പറയും. സഹോദരന്മാരെ, എന്താണ് റസൂലുള്ളാഹിന്റെ അപദാനങ്ങൾ വാഴ്ത്തുന്ന മൗലിദുകൾ ചെല്ലാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അദ്ദേഹം പറയുന്നത് കാണാം. സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചൊരു ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലഹാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ
ക്രിസ്ത്യാനികൾ ഈസ ഇബ്നു മറിയമിനെ അമിതമായി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടത് അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ, അല്ലാഹുവിന്റെ റസൂലാണ് എന്നേ നിങ്ങൾ എന്നെ കുറിച്ച് പറയാവൂ, അതിലപ്പുറം പറയരുത്. എപ്രകാരം? ഈസാ നബിയെ കുറിച്ച് ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ പറയരുത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഹദീസാണ്. സഹീഹുൽ ബുഖാരിയിൽ 3445 നമ്പർ ഹദീസായി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ, ഇങ്ങനെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുജാഹിദ് പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു റസൂലുള്ള നിങ്ങൾ അമിതമായി പുകഴ്ത്തരുത്. ഓർക്കണം നിങ്ങൾ, ഇതിനാണ് അവർ മൈക്ക കെട്ടി പറയുന്നത്, റസൂലുള്ളാഹിനെ അമിതമായി പുകഴ്ത്തരുത്. നമ്മളെ പറ്റിയൊക്കെ പറയുന്നത് പോലെ പറയാനല്ലാതെ അമിതമായി പുകഴ്ത്തരുത് എന്നുള്ളിടത്തോളാണ് ഇവരുടെ ശൈലി. സഹോദരന്മാരെ, ക്രിസ്ത്യാനികൾ ഈസാ നബിയെ പുകഴ്ത്തിയത് എങ്ങനെയാണ്? പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചത് കാണാം. വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്. ജൂതന്മാർ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാകുന്നു. വഖാലത്തിൻ നസാറ, ക്രിസ്ത്യാനികൾ പറഞ്ഞതോ അൽ മസീഹ് ഇബ്നുല്ലാഹ്, മസീഹ് ഈസാ നബി അല്ലാഹുവിന്റെ പുത്രനാകുന്നു, ദൈവപുത്രനാണ് ഈസാ നബി എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എന്നെ കുറിച്ച് പറയരുത്. അള്ളാന്റെ റസൂല് പറയാണ്, അങ്ങനെ നിങ്ങൾ പറയരുത്, ഞാൻ ദൈവപുത്രനാണ്, അള്ളാന്റെ പുത്രനാണ് ഞാൻ എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് പറയരുത്. അല്ലാത്ത മതങ്ങൾ പറയാം. നോക്കൂ നിങ്ങൾ, ഇതാണ് റസൂല് പറയുന്നത്. അത് തന്നെയല്ലേ നമ്മളും പറയുന്നത്? വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി വൻസുബ് ഇലാ ഖദരിഹി മാ ശിഅത മിൻ ഇളമി. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തങ്ങളുടെ ഭാഗത്തേക്ക് എല്ലാ മഹത്വങ്ങളെയും നീ ചാർത്തിക്കോ, എല്ലാ മഹത്വങ്ങളെയും നീ ചേർത്തിക്കോ. എന്നിട്ടോ വൻസുബ് ഇലാ ഖദരിഹി മാ ശിഅത മിൻ ഇളമി. ആരംഭ റസൂലിനെ കുറിച്ച് എന്തെല്ലാം ബഹുമാനം പറയാൻ കഴിയുമോ അതൊക്കെ പറഞ്ഞോ. ഇമാം ബൂസീരി തന്റെ ബുർദയിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. പക്ഷേ എന്തും പറയാമെന്ന് കരുതി ഇതൊരു ലൈസൻസ് കൊടുക്കുകയാണ്, എന്തും പറയാൻ റസൂലുള്ളാഹിനെ കുറിച്ച് എന്ന് നിങ്ങൾ ധരിക്കരുത്. കാരണം ഇമാം ബൂസീരി തന്നെ ഉടനെ പറഞ്ഞു, വഹകും ബിമാ ശിഅത മദ്ഹം ഫീഹി വഹ്തകിമീ. അള്ളാന്റെ റസൂലിനെ കുറിച്ച് മദ്ഹ് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണേ, ക്രിസ്ത്യാനികൾ അവരുടെ നബിയെ കുറിച്ച് പറഞ്ഞൊരു വാദമുണ്ട്. എന്താണത്? യേശു ദൈവപുത്രനാകുന്നു. അത് നിങ്ങൾ പറയരുത്, അത് നിങ്ങൾ ഉപേക്ഷിക്കണം. അതല്ലാത്ത എല്ലാ കീർത്തനങ്ങളും റസൂലുള്ളാഹിനെ കുറിച്ച് പറയാം. നോക്കൂ നിങ്ങൾ, അപ്പൊ ആരംഭ റസൂലുള്ള പഠിപ്പിച്ച സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തി വെച്ച അതേ ഹദീസിന്റെ ആശയം തന്നെയാണ് ബുർദയിലും പറയുന്നത്. അതുകൊണ്ട് ബുർദയിലോ അല്ലെങ്കിൽ നാം അംഗീകരിക്കുന്ന മൗലിദുകൾ അതിലോ ഒരു തകരാറുമില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, ഇവിടെ മൗലവി പ്രസംഗിച്ചപ്പോൾ കാര്യമായി അദ്ദേഹം പറഞ്ഞത് എന്താണ്? ബുർദയെയാണ് അദ്ദേഹം പിടികൂടിയിട്ടുള്ളത്. ഖസീദത്തുൽ ബുർദ, ഇമാം ബൂസീരിയുടെ ലോകത്ത് ഇത്ര പ്രസിദ്ധമായ ഒരു പ്രവാചക പ്രകീർത്തന കാവ്യം ലോകത്ത് കണ്ടെത്താൻ കഴിയില്ല. ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാര്, ഇമാം ബൂസീരിക്ക് ശേഷം വന്ന പണ്ഡിതന്മാർ ഒട്ടേറെ ആളുകൾ അതിന് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. 100-ലധികം ഗ്രന്ഥങ്ങളുടെ പേരുകൾ മഹാന്മാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഇതിന് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതന്മാർ. പക്ഷേ നിങ്ങൾക്കറിയോ മുജാഹിദുകൾ പറയുന്നത് എന്താണെന്നോ? ബുർദ ശിർക്കാണ്. ബുർദ ആസ്വാദന സദസ്സുകളിലെ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നില്ലേ? അത് ശിർക്കാണ് നിങ്ങൾ ആസ്വദിക്കുന്നത്, കള്ളക്കഥകളാണ് നിങ്ങൾ ആസ്വദിക്കുന്നത്. ലജ്ജയില്ലാതെ ഈ മൗലവി വിളിച്ചു പറയുകയാണ്. കേട്ടോളൂ നിങ്ങൾ, അയാൾ പറയട്ടെ. അതാണ് ബുർദ ആസ്വാദന സദസ്സുകൾ. എന്താണ് അവർ ആസ്വദിക്കുന്നത്? ശിർക്കാണ് അവർ ആസ്വദിക്കുന്നത്, കുഫ്റാണ് അവർ ആസ്വദിക്കുന്നത്, കള്ളക്കഥകളാണ് റസൂലുള്ളാഹിയെ സംബന്ധിച്ചതിൽ പലതും പറഞ്ഞിട്ടുള്ളത്. ശിർക്കാണ് നിങ്ങൾ ആസ്വദിക്കുന്നത്, കള്ളക്കഥകളാണ് ആസ്വദിക്കുന്നത്. ബുർദയിലെ ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരൊക്കെ ഈ ശിർക്ക് ആസ്വദിച്ചവരാ. അവർക്ക് ആർക്കും ഇത് തിരിഞ്ഞത് ശിർക്കാണ്. ഈ മുജാഹിദ് ആഫീസിലുള്ള ഇയാൾക്കും ഈ 4 ആൾക്കുമാണ് തിരിഞ്ഞത് എന്ത്? ഇത് ശിർക്കാണ്. അല്ലെങ്കിലും നിങ്ങൾ ചിന്തിക്കണം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്നറിയോ നിങ്ങൾ? വിശദീകരിക്കാൻ സമയമില്ല.
അവരുടെ ഏറ്റവും വലിയ സംഭാവന കേരളീയ മുസ്ലിമീങ്ങളെ, ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കും കഫറുമാക്കി പ്രഖ്യാപിക്കുക എന്നതാ മുജാഹിദ് കേരളത്തിൽ ചെയ്ത വലിയ സംഭാവന. മുജാഹിദുകൾ പറയും ഞങ്ങൾ ആരെയും മുശ്രിക്കാക്കുന്നില്ല, കാഫിറാക്കുന്നില്ല. അപ്പൊ കണ്ടോ, ബുറുദ ആസ്വദിക്കുന്ന, ബുറുദ ചെല്ലുന്നവർ ശിർക്കാണ് ആസ്വദിക്കുന്നത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ചെയ്ത ആള് മുശ്രിക്കാണ്, കാഫിറാണ്, ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്നവനാണ്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, മുജാഹിദുകൾ ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞാൻ വെറുതെ പറയുകയല്ല, അത് പറയാൻ നിന്നാൽ ഇപ്പൊ സമയം വളരെ വൈകുന്നത് കൊണ്ട്. പക്ഷെ എന്നാലും ഇത്രയും തടിച്ചുകൂടിയ ജനാവലിയുടെ മുമ്പിൽ ഞാനിത് വെറുതെ തെളിവില്ലാതെ പറഞ്ഞാൽ അത് നിങ്ങളോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കുമെന്ന് മനസ്സിലാക്കി മാത്രം ഏതാനും ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ കേൾപ്പിച്ചു തരാം. നോക്കൂ നിങ്ങൾ, മുജാഹിദിന്റെ വലിയൊരു നേതാവുണ്ട്. അയാൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നാവിന്റെ നീളം 1.5 മീറ്ററാണ് എന്നുള്ളതാ, വേറൊരു പ്രത്യേകതയില്ല. അങ്ങനെയുള്ള മൗലവിയുണ്ട് മുജാഹിദ് ബാലുശ്ശേരി. അയാൾ പറയുന്നത് എന്താണ്? നിങ്ങൾ ഓർത്തോളൂ, മമ്പുറം തങ്ങൾ, നിങ്ങൾ ഓർക്കണം, മമ്പുറം തങ്ങളുടെ മഖ്ബറയിലേക്ക് പോകുന്ന സുന്നികളായ നമ്മളൊക്കെ വിഗ്രഹ ആരാധകരാകുന്നു. മമ്പുറം തങ്ങളോ വിഗ്രഹമാകുന്നു. കേട്ടോളൂ, ഞാൻ പറയല്ല, മൗലവി തന്നെ പറയട്ടെ. അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്, മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്, അദ്ദേഹത്തെയാണ് ആരാധിക്കുന്നത്. കേട്ടില്ല നിങ്ങൾ? മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ് എന്നാണ് പറയുന്നത്. ഈ മൗലവിയൊക്കെ ഞാനിപ്പോ പറയുന്നില്ല സഹോദരന്മാരെ, മമ്പുറം ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്, ഒരു ബിംബത്തെ, വിഗ്രഹത്തെയാണ് സുന്നികളായ നമ്മൾ ആരാധിക്കുന്നത്. നമ്മളൊക്കെ വിഗ്രഹ ആരാധകരാകുന്നു എന്ന് ഉളുപ്പില്ലാതെ പ്രസംഗിക്കുകയാണ്. ഇത് ഇയാളെ ഭാര്യയോട് പറഞ്ഞതല്ല. നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ, കഴിഞ്ഞില്ല, ഇയാൾ തന്നെ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാ. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ, രണ്ടും ഒരുപോലെയാണ്. സുന്നികളായ നമ്മളും ക്രിസ്ത്യാനികളും ഒരുപോലെയാണ് അത്രേ. കേട്ടോളൂ, ആള് പറയാം. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. കേട്ടില്ലേ? ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ ഒരുപോലെയാണ്. മുജാഹിദ് പറയും ഞങ്ങളാരെയും മുശ്രിക്കാക്കുന്നില്ല, ഞങ്ങളാരെയും കാഫിറാക്കുന്നില്ല. ഇവിടെ പ്രസംഗിച്ച സക്കരിയ സലാഹി എന്ന് പറയുന്ന മൗലവി, അയാൾ തന്നെ പറയുന്നത് ഞാനിതാ നിങ്ങൾക്ക് അടുത്ത് കേൾപ്പിക്കും, ഞങ്ങളാരെയും മുശ്രിക്കാക്കുന്നില്ല, കാഫിറാക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം. എന്നിട്ട് ഇവർ പറയുന്നതോ സുന്നികളും ക്രിസ്ത്യാനികളും ഇസ്ലാമിന് കണക്കാണ്, ഒരുപോലെയാണ്. കഴിഞ്ഞില്ല, അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ഖലീൽ തങ്ങളെ കണ്ടാൽ, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ, അയാളെ കണ്ടാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. അയാൾ പറയുന്നു, കേട്ടോളൂ, അയാൾ പറയട്ടെ. പറഞ്ഞു നോക്കൂ, ജനങ്ങളുടെ ധനം അന്യായമായി തിന്നും, അതോടൊപ്പം മതത്തുന്നവർ അകറ്റുകയും ചെയ്യും. രണ്ടുവിടെ ഖലീൽ തങ്ങളിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിക്കൊളി. അതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിക്കൊളി. കണ്ടോ? ലോകം നന്നാവട്ടെ, കേരളം നന്നാവട്ടെ. ലോകം നന്നാവാനും കേരളം നന്നാവാനുള്ള ഒറ്റമൂലിയാണ് ഇപ്പൊ എന്ത്? ഖലീൽ തങ്ങളെ കാണുമ്പോൾ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ ലോകം ഒന്നാകെ നന്നായി. ഈ സൂത്രവിദ്യ നമ്മളെ മൻമോഹൻ സിംഗിനൊന്ന് പഠിപ്പിച്ചു കൊടുക്കായിരുന്നു, എന്നാ വളരെ സുഖമായിരുന്നു. ഇയാളൊക്കെ എന്താ കഴിക്കണമെന്ന് എനിക്കറിയില്ല സഹോദരന്മാരെ. കഴിഞ്ഞില്ല, നിങ്ങൾ നോക്ക്, അയാൾ തന്നെ പറയുന്നത് കാണാം. പേരോടിനെ മുജാഹിദ് പണ്ഡിതൻ പ്രസംഗിക്കാൻ വന്നാൽ ജനങ്ങൾ കല്ലെറിയും. പേരോട് വന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ ജനങ്ങൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ തോളിലേറ്റ് ഇങ്ങനെ കൊണ്ടുപോകും. അവരൊക്കെ മുശ്രിക്കുകളാകുന്നു. കേട്ടോളൂ, പറയട്ടെ. ഒരു മുജാഹിദ് പ്രവർത്തകൻ വന്നിട്ട് അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ പ്രസംഗിച്ച പോലെ കല്ലെറിയും. പേരോട് വന്ന് പ്രസംഗിച്ചാലോ ഉസ്താദിനെ തോളിൽ ഇങ്ങനെ ഏറ്റിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അള്ള പറയാ ഒരു പരലോകത്തിൽ വിശ്വാസമില്ലാത്ത കാഫറുകളാണ്. അപ്പോഴേക്ക് അള്ള പറഞ്ഞു പോയി. അതാ രസം. പേരോടിനെ തോൾ ചേറ്റി കൊണ്ടുപോയപ്പോഴേക്കും അള്ള പറഞ്ഞു ഇതുപോലെ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത മുശ്രിക്കുകളാകുന്നു. എങ്ങനെയുണ്ട്? നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ താടിയുടെ നീളം കാണുമ്പോ നിങ്ങൾ ആരും ഞെട്ടണ്ട, അത് കഥയില്ലാത്തൊരു താടിയാന്ന് കരുതിയാൽ മതി. നിങ്ങൾ ഓർത്തു നോക്കൂ. അതുകൊണ്ട് മുജാഹിദുകൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു എന്ന് മാത്രമല്ല, അവര് മുജാഹിദുകളോട് പറയുകയാണ്, മുസ്ലിമീങ്ങളെ വിളിച്ചു പറയുകയാണ്. എന്താ പറയുന്നത്? നിങ്ങൾ നിരീശ്വരവാദി ആയാലും സുന്നിയാകരുത്. നിരീശ്വരവാദി എന്ന് പറഞ്ഞ എന്താണ്? അല്ലല്ലാന്ന് വിശ്വസിക്കുന്നവൻ, അങ്ങനെ വിശ്വസിക്കുന്ന ആളായിക്കോളി, എന്നാലും വേണ്ടില്ല സുന്നിയാകരുത്. നോക്കണം നിങ്ങൾ, ഇത് ഞാൻ പറയല്ല, മുജാഹിദ് പറയുകയാണ്. അയാൾ പറയട്ടെ, കേട്ടോളൂ. അല്ലാഹു ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അല്ലാഹു കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യത ഉണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക.
കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. എന്താ തഹക്കീക്കുകാര്യങ്ങൾ വലിയ തഹക്കീക്ക. കാഫിറിന്റെയും മുശ്രിക്കിന്റെയും ശിക്ഷ ഒരുപോലെ അനുഭവിക്കണമെങ്കിൽ സുന്നിയാവണം. നിരീശ്വരവാദിയായ ഒരു ശിക്ഷ അനുഭവിക്കേണ്ടതുള്ളൂ. എങ്ങനെയുണ്ട്? എന്നാലും നിങ്ങൾ സുന്നിയാവരുതേ. ഇവരുടെ മതം ഏതാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇത് ഇയാള് സ്വന്തം വെറുതെ പറഞ്ഞതല്ല, ഭാര്യയോട് പറഞ്ഞതല്ല, മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞ് ആ CD വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ് മുജാഹിദുകൾ. നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ. പക്ഷെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കറാമത്ത് എന്ന് പറയട്ടെ, ഇയാളെ കൊണ്ട് തന്നെ അള്ളാഹു പറയിപ്പിച്ചു. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും സുന്നി ആകരുത് എന്നൊക്കെ തന്നെയാണെങ്കിലും അള്ളാന്റെ റസൂല് സുന്നിയായിരുന്നു. അയാൾ പറയാണ്, കേട്ടോളൂ, ഞാൻ പറയല്ല, അയാളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ അഭിപ്രായക്കാരനാണ്. ഞങ്ങളും എല്ലാവരും അഭിപ്രായക്കാരാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ സുന്നിയായത്. മൗലവിമാരെ വിവരം വേണ്ടേ? ജഹാലത്ത് വിളിച്ചു പറയും. നോക്കുകൾ, ഇതാ ഞങ്ങൾ പറയുന്നത് സുന്നിയാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയം. അത് പടച്ചോൻ തന്നെ മൂപ്പറത്തുള്ള കൂടെ പറയിപ്പിക്കുക. ഞാൻ പറയുന്നത് ഇങ്ങനെ മുസ്ലിമീങ്ങളെ മൊത്തവും മുശ്രിക്കും കാഫിറുമാക്കുക, രാജ്യത്തുള്ള കാഫിറുകളെ മുസ്ലിമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് മുജാഹിദുകൾക്കുള്ളത്. അതാണ് ഇവിടെയും മുജാഹിദ് മൗലവി പറഞ്ഞത്. ബുർദ സദസ് എന്ന് പറഞ്ഞ ശിർക്കാണ് ആസ്വദിക്കുന്നത്. എന്താണത് ശിർക്കാവാനുള്ള കാരണം എന്നറിയോ? അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് നമ്മൾ ഇസ്തിഗാസ ചെയ്യുന്നു, സഹായം ചോദിക്കുന്നു. ഇതുകൊണ്ടാണ് അത് ശിർക്കാകുന്നത്. ഞാൻ പറയല്ല, സക്കരിയ സലാഹി തന്നെ പറയട്ടെ. ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ഒന്ന് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കൂ. കണ്ട നിങ്ങളെ റസൂലിനെ വിളിച്ചു തേടുന്ന വരി അതിലുമുണ്ട്, ബുർദയിൽ തന്നെ ഉണ്ട്. യാ അക്രമൽ ഖൽഖി മാലി മൻ നലൂദു ബിഹി സിബക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ ലമിമി. യാ അക്രമൽ ഖൽഖി, സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനപ്പെട്ടവരെ, ആദരണീയരായവരെ, മാലി മൻ നലൂദു ബിഹി സിബക, എനിക്ക് അഭയം തേടിച്ചെല്ലാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല നബിയേ. ഇൻദ ഹുലൂലിൽ ഹാദിസിൽ ലമിമി, വലിയ വ്യാപകമായ കുഴപ്പങ്ങൾ, ആപത്തുകൾ വന്നിറങ്ങുന്ന സന്ദർഭത്തിൽ എനിക്ക് അഭയം തേടിച്ചെല്ലാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് തേടുകയാണ്. നബിയെ വിളിച്ച് തേടുകയാണ്. നബിയെ, എനിക്ക് വിപത്ത് വരുന്ന ഏറ്റവും വലിയ വിപത്ത് നാളെ മഹ്ശറാ ലോകത്താണ്, അല്ലേ? ആ മഹ്ശറാ ലോകത്തുള്ള വിപത്തിൽ നമുക്ക് അഭയം പ്രാപിക്കാനുള്ള വ്യക്തി ആരാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി. ആ നബി തങ്ങളോട്, നബിയേ, എനിക്ക് ഞാനിതാ തങ്ങളെ അഭയം പ്രാപിക്കാൻ എത്തും നബിയെ, എന്നെ നിരാകരിക്കരുതേ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അത് ശിർക്കാകുന്നത്. നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ. പണ്ഡിതന്മാർ ഇതേക്കുറിച്ച് എന്തു പറഞ്ഞു? ഞാനത് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല. അയാൾ തന്നെ പറയുന്നു, ഇവിടെ പ്രസംഗിച്ചതാണ്. എന്താണ് അയാൾ പറയട്ടെ, കേട്ടോളൂ നിങ്ങൾ. മുസ്ലിമീങ്ങൾ കൊണ്ട് നടക്കുന്ന മൗലിദുകൾ എടുത്തു നോക്കിയാൽ ദൈവപുത്രല്ല ദൈവം തന്നെ ആക്കിയ വരികളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശറഫലനാമിലില്ലേ, അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീറു. കണ്ടോ? അബ്ദുക, നബിയെ, നിങ്ങളുടെ അടിമ ഉണ്ടാകണമെങ്കിൽ റബ്ബാകണ്ടേ? റസൂലുള്ളാഹിന്റെ കാലത്ത് അടിമത്ത സമ്പ്രദായം ഉണ്ടായിരുന്നില്ല മൗലവി. നബിക്ക് സേവനം ചെയ്തിരുന്ന സേവകന്മാരുണ്ടായിരുന്നില്ലേ? അതിനെ അബ്ദു എന്ന് പറയില്ല. നബി പറഞ്ഞില്ല, യഖുല്ലഹദുക്കും അബ്ദി വ അമതി, എന്റെ അടിമ, എന്റെ അടിമ സ്ത്രീ എന്ന് നിങ്ങൾ പറയരുത്. വല്യഖുല്ലഹദുക്കും ഫതായ വ ഫതാതി. അത് നബി ജീവിച്ചിരുന്ന കാലത്ത് അന്നത്തെ കാര്യമാണ്. 1400 1300 കൊല്ലം കഴിഞ്ഞിട്ട് ഏതോ ഒരുത്തൻ എഴുതിയുണ്ടാക്കിയ ഇതിലുള്ളതെങ്ങനെ റസൂലുള്ളാഹിന്റെ കാലത്ത് അടിമയാകുക? ഈ മൗലിദ് ചെല്ലുന്നവരൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ച അടിമയാണോ? അല്ല. അപ്പൊ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം പറയുന്ന അലൗകികമായ അർത്ഥത്തിലുള്ള അടിമയും ഉടമയും തന്നെയാണ്. അല്ലാഹു റബ്ബും നമ്മളെല്ലാം ആ റബ്ബിന്റെ ഇബാദുമാണ്, അബ്ദുകളുമാണ്.
ആ അർത്ഥത്തിൽ തന്നെ റസൂലുള്ളാഹിനെ റബ്ബിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. അബ്ദുകൽ മിസ്കീൻ യർജു, പാവപ്പെട്ട നിങ്ങളുടെ അടിമ ആഗ്രഹിക്കുന്നു. ഫദലകൽ ജമ്മൽ ഗഫീർ, നബിയെ നിങ്ങളുടെ ധാരാളമായ കനിവും കൃപയും ആഗ്രഹിക്കുന്നു. കേട്ടില്ലേ നിങ്ങൾ? അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ റബ്ബാക്കുകയാണ് എന്നാ പറയുന്നത്. നിങ്ങൾ ഓർക്കണം, അബ്ദുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അങ്ങയുടെ അടിമ, അങ്ങയുടെ സേവകൻ എന്ന അർത്ഥത്തിന് അബ്ദ് പറഞ്ഞാൽ ആരോടാണോ പറയുന്നത് അയാളെ റബ്ബാക്കലായി. ഒരു വിവരവും ഇല്ല ഇയാൾക്ക്, ഒരു കഥയുമില്ല, ഹദീസുകളെ കുറിച്ചും അറിയില്ല. നിങ്ങൾക്കറിയോ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൗഹീദ് പഠിക്കാത്തവരല്ലല്ലോ, തൗഹീദ് പഠിച്ചവരാണ്. സമൂഹത്തിന് തൗഹീദും ശിർക്കും വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുത്തവരാണ്. അവർ പറയുന്ന വചനം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. കുന്തു അബ്ദഹു വഖാദിമഹു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടിമയും, മുജാഹിദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടിമയും, വഖാദിമഹു സേവകനുമായിരുന്നു. ആരാത് പറയുന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനെ റബ്ബാക്കി എന്നാണോ? വിവരം വേണ്ടേ സഹോദരന്മാരെ? അബ്ദ് എന്ന് പറയുമ്പോഴേക്ക് റബ്ബാക്കി എന്ന് ധരിക്കുന്നത് മൗഢ്യമാണ്, കഥയില്ലായ്മ കൊണ്ടാണ്, ഹദീസുകളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. കഴിഞ്ഞില്ല. അയാൾ തന്നെ ശറഫലന മൗലിദിലെ മറ്റൊരു വരി കൂടി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. റബ്ബിനോട് അപേക്ഷിക്കേണ്ട അതേ കാര്യമാണ് പിന്നെ പറയുന്നത്. എന്നെ സഹായിക്കണം, വാജിർനി എന്നെ രക്ഷപ്പെടുത്തണം. യാ മുജീറു മിന സഈരി, കത്തിക്കരിയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരെ. യാ ഗിയാതി, എന്റെ സഹായമേ. യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂർ, പ്രയാസകരങ്ങളായ കാര്യങ്ങളിൽ എന്റെ അഭയകേന്ദ്രമേ. കത്തിക്കരിയുന്ന നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞതാണ് ഇയാൾക്ക് പറ്റാത്തത്. നോക്ക് നിങ്ങൾ, നാളെ നരകത്തിൽ നമുക്കറിയാം, ഹദീസുകൾ സ്ഥിരപ്പെട്ട കാര്യമാണ്. കത്തിജ്വലിക്കുന്ന നരകത്തിൽ കിടന്ന് പിടയുന്ന ദോഷികളായ മനുഷ്യരെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുമെന്ന് ഒട്ടേറെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതിനെയാണ് ഇയാൾ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് എത്ര ഇത് ശിർക്കാകുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നു എന്ന കാരണത്താൽ ഇത് ശിർക്കാണ്, ഇത് കുഫ്റാണ് എന്നാണ് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാൻ ഇവർക്ക് വല്ല തെളിവുമുണ്ടോ? ഒരു തെളിവുമില്ല. ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ല, അതുപോലെ പ്രവാചകരെ അള്ളാഹുവിന്റെ റസൂലാണെന്ന് കരുതിക്കൊണ്ട് വിളിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിലുണ്ടോ? ഖുർആനിലില്ല. ഹദീസിലുണ്ടോ? എവിടെയുമില്ല. സഹോദരന്മാരെ നോക്കൂ നിങ്ങൾ. പിന്നെയോ ഇത് മുജാഹിദുകൾ ദുർവ്യാഖ്യാനിക്കുകയാണ്. പൂർവീക മുസ്ലിം പണ്ഡിതന്മാരാരും ഖുർആനിന്റെ ഏതെങ്കിലും ഒരു സൂക്തം വിശദീകരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ല റസൂലുള്ളാഹിനെ വിളിക്കുന്നത് ശിർക്കാണ്, കുഫ്റാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയില്ല. നിങ്ങൾ നോക്ക്, ഖുർആൻ ആ പണ്ഡിതന്മാർക്കൊന്നും തിരിയാതെയാണ് ഈ മൗലവിമാർ, ഇയാൾ ഉൾപ്പെടെയുള്ള മൗലവിമാർ ഇവിടെ ദുർവ്യാഖ്യാനിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കറിയോ, മുജാഹിദുകൾ ഖുർആൻ സ്വന്തമായി ദുർവ്യാഖ്യാനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓർക്കണം, പൂർവീക മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്തൊരു വ്യാഖ്യാനം അത് മുസ്ലിം സമുദായത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ പറയുകയല്ല, സക്കരിയ സലാഹിയെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. അയാൾ മറ്റൊരു സ്ഥലത്ത് പ്രസംഗിച്ചത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. മുജാഹിദിലെ മറുവിഭാഗമായ മടവൂർ ഗ്രൂപ്പിനെ ഖണ്ഡന മണ്ഡലങ്ങളിലുമായി ബന്ധപ്പെട്ട് അയാൾ ചോദിക്കുകയാണ്. ഇപ്പോ ചില ആളുകൾ പറയുന്നത് ഇത് ഖുർആൻ വിരുദ്ധമാണെന്നാണ്. എന്താണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ? ഈ 1400 1300 വർഷം മുമ്പ് ജീവിച്ച പണ്ഡിതന്മാർക്കാർക്കും തിരിഞ്ഞില്ലേ? ഇവർക്ക് നാലാൾക്ക് മാത്രമാണോ തിരിഞ്ഞത്? ആരാ ചോദിക്കുന്നത്? സക്കരിയ സലാഹി. ആരോടാ ചോദിക്കുന്നത്? മുജാഹിദിന്റെ മടവൂർ ഗ്രൂപ്പിനോട്. അത് ഞാൻ കേൾപ്പിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു സഹോദരന്മാരെ. ആദരണീയരായ ഞങ്ങളുടെ ഉസ്താദ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അള്ളാഹു അവർക്കും നമ്മുടെ മറ്റു പണ്ഡിതന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവർ രചിച്ചിട്ടുള്ള ത്വരീഖത്ത് ഒരു സമഗ്ര പഠനം എന്ന് പറയുന്ന ഒരു പുസ്തകം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഓരോ സ്റ്റോപ്പിലും ഓരോ ത്വരീഖത്തും ഓരോ മുറബിയായ ശൈഖുവാണ്. ഒരു സ്റ്റോപ്പ് ഇറങ്ങി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയ വേറൊരു ത്വരീഖത്ത്. ഇങ്ങനെ ത്വരീഖത്തിന്റെ യഥാർത്ഥം എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട്
25ഓളം കേരളത്തിലുള്ള കള്ളത്വരീത്തുകളെ പരിചയപ്പെടുത്തി വിശദമായി പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. നമ്മുടെ പ്രവർത്തകർ ഇവരെ വിതരണം ചെയ്യുന്നുണ്ട്. ഒരു കോപ്പി നിങ്ങൾ കൈവശപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈയിടെ വിവാദമായ ത്വലാഖ്, ബഹുഭാര്യത്വം എന്നീ വിഷയത്തിൽ ഇസ്ലാമിന്റെ സമീപനത്തെക്കുറിച്ച് ഉസ്താദ് അവരുകളെ രചിച്ച മറ്റൊരു ചെറിയ പുസ്തകവും ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ കൈവശപ്പെടുത്താൻ ശ്രമിക്കണം. സക്കരിയ സലാഹി മുജാഹിദുകൾ തന്നെ വെല്ലുവിളിച്ച് ചോദിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. ആൾ പറയട്ടെ. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ഖുർആനിനെതിരല്ലേ, ഈ ഖുർആനിനെതിരാണെന്ന് അഹ്ലു സുന്നത്തിലെ പണ്ഡിതന്മാർക്കൊന്നും മനസ്സിലായില്ല. 13 നൂറ്റാണ്ട് കഴിഞ്ഞു പോയ ഈ സമുദായത്തിലെ ഇമാമുകൾക്കോ മുഹദ്ദിസുകൾക്കോ ഫുഖഹാക്കൾക്കോ ഒന്നും ഖുർആനിനെതിരെ മനസ്സിലായത്. ഇവർക്ക് മാത്രമേ 4 മുർച്ചുത്തികൾക്ക് ഖുർആൻ മനസ്സിലായത്. അതന്നെ ഞങ്ങളും ചോദിക്കണേ. നിങ്ങൾ 4 മുർച്ചുത്തികൾക്ക് മാത്രമാണോ ഈ ഖുർആൻ മനസ്സിലായത്? പൂർവികരായ നൂറ്റാണ്ടുകൾ ജീവിച്ച പണ്ഡിതന്മാർ ഇവിടെ ഇല്ലേ? ആരെങ്കിലും പറഞ്ഞോ റസൂലുള്ളാഹിനെ വിളിക്കൽ ശിർക്കാണ്, കുഫ്റാണ് എന്ന്? പറഞ്ഞിട്ടില്ല. ഇനി നോക്ക്, ഇയാൾ തന്നെ പറയട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമുകൾ, ആ ഇമാമുകൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് പാടില്ല, തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? വിഷയം ഇസ്തിഗാസയല്ല, മുജാഹിദിന്റെ മടവൂർ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു ഗണന മണ്ഡലമാണ്. അതിൽ അയാൾ ചോദിക്കുന്നു, അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കേട്ടോളൂ നിങ്ങൾ, അയാൾ പറയട്ടെ. അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടേതോ അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ഞങ്ങളും ചോദിക്കുകയാണ്. ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഈ അടിയുറച്ചു നിന്ന നിലയുറപ്പിച്ച നിലപാടേതോ അതിൽ ഉറച്ചു നിൽക്കാൻ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്ക് കഴിയുമോ? സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, അവർക്ക് കഴിയില്ല. എന്തുകൊണ്ടെന്നോ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാമോ, സഹായം ചോദിക്കാമോ? പൂർവീക മുസ്ലിമീങ്ങളുടെ നിലപാട് എന്താണ്? ഒരുപാട് സംഭവങ്ങൾ, ഒന്നല്ല രണ്ടല്ല 100 എണ്ണം പറയാൻ എനിക്ക് കഴിയും. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ സാമ്പിളുകൾ മാത്രം പറയട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. സിദ്ദീഖുൽ അക്ബർ ഭരണം ഏറ്റെടുത്തു. സിദ്ദീഖുൽ അക്ബർ വഫാത്തായി. അതിനുശേഷം ഉമറുൽ ഫാറൂഖ് രാജ്യം ഭരിക്കുന്നു. അവിടെ രൂക്ഷമായ ജലക്ഷാമമാണ്, വെള്ളമില്ല, ജനങ്ങൾ വിഷമിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നോക്കൂ നിങ്ങൾ, ഫജാഅ റജുലുൻ ഇലാ ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫിലേക്ക് അതാ ഒരു വ്യക്തി പോകുന്നു. പോയ വ്യക്തി ആരാണ്? ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയും ഹാഫിദ് ഇബ്നു കസീറും പറയുന്നു, ഹുവ ബിലാൽ ഇബ്നുൽ ഹാരിസ് മുസനി അഹദു സ്വഹാബ, സ്വഹാബികളിൽപ്പെട്ട ബിലാൽ ഇബ്നുൽ ഹാരിസ് എന്ന സ്വഹാബിയാകുന്നു. അദ്ദേഹം റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കൽ പോകുന്നു. അവിടെ ചെന്നുകൊണ്ട് പറയുക എന്നത് എന്താണ്? യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ. നബിയേ, ഞങ്ങൾക്ക് വെള്ളമില്ല നബിയേ, രൂക്ഷമായ ജലക്ഷാമമാണ് നബിയേ, വെള്ളമില്ലാതെ വിഷമിക്കുന്നു നബിയേ, ഞങ്ങൾക്ക് മഴ വേണം നബിയേ, അതിനാവശ്യമായത് തങ്ങൾ ചെയ്യണം നബിയേ. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം തേടുന്നു. ഇത് തേടുന്നത് ആരാണ്? സ്വഹാബിയാണെന്ന് ഹാഫിദ് ഇബ്നു കസീർ പറയുന്നു, ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നു. ഇനി സ്വഹാബിയാവട്ടെ അല്ലെങ്കിൽ താബിഈയാവട്ടെ, ആരാവട്ടെ, സംഭവം ഉമറുൽ ഫാറൂഖിനോട് ചെന്ന് പറയുമ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇത് ശിർക്കാണെന്ന് പറയുന്നില്ല, കുഫ്റാണെന്ന് പറയുന്നില്ല, ബിദ്അത്താണെന്ന് പറയുന്നില്ല. ഈ സംഭവം 15ഓളം ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇതിൽ അവസാനം പറയുന്നു വഹാദാ ഇസ്നാദുൻ സ്വഹീഹുൻ, ഈ സംഭവം ശരിയായ പരമ്പരയോടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. സ്വഹാബികൾ പഠിപ്പിച്ച ഇസ്ലാം അങ്ങനെയാണ്. നമ്മുടെ രാജ്യത്തെ മുജാഹിദ് പറയുന്നതോ അത് ശിർക്കാണ്, അത് കുഫ്റാണ്. അതിലും വലിയ ശിർക്ക് ലോകത്തില്ല. എങ്കിൽ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടിയ ഈ പണ്ഡിതന്മാർ, അല്ല ഈ സ്വഹാബികൾ, അത് അംഗീകരിച്ച ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ മുശ്രിക്കാണോ, കാഫിറാണോ? സഹോദരന്മാരെ, ആ സ്വഹാബികളെ നേരിൽ കണ്ട വ്യക്തിയാണ്, ഒട്ടേറെ സ്വഹാബികളെ നേരിൽ കണ്ട വ്യക്തിയാണ് മഹാനായ ഇമാമുൽ ആളം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമത്തവരാണ്. ആ ഇമാമുൽ ആളം അബൂ ഹനീഫ തങ്ങൾ ആരംഭ റസൂലുള്ള വഫാത്തായതിനു ശേഷം 100 വർഷം പിന്നിട്ടതിന് ശേഷം അതാ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുന്നു. നമ്മുടെ ബുർദയിലുള്ള യാ അക്രമൽ ഖൽഖി എന്ന് പറയുന്ന വരിയല്ല, അതിലേറെ 10 മാറ്റുകൂടിയ വരി അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് ചോദിക്കുകയാണ്, പറയുകയാണ്, യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു റിളാക വ അഹ്തമി ബിഹിമാക. നേതാക്കളുടെ നേതാവായ നബിയേ,
ഞാനിതാ അങ്ങയുടെ അരികിൽ വന്നിരിക്കുന്നു നബിയേ. അർജൂരി വാകവ അഹ്തമി ബിഹിമാക. തങ്ങളുടെ സംരക്ഷണം എനിക്കുണ്ടാവണേ നബിയേ. ഇത് പറയുന്നത് ആരാണ്? ഇമാമുൽ ആളം അബൂ ഹനീഫ തങ്ങൾ. സ്വഹാബികളെ നേരിൽ കണ്ട മഹാത്മാവാണ്. ഹിജറ 150 വഫാത്തായിട്ടുള്ള മഹാപണ്ഡിതനാണ്. എന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചു പറയുന്നത് എന്താണ്? അനതാമിഉം ഫിൽ ജൂദി മിൻക വലം യകുൻ ലി അബീ ഹനീഫത ഫിൽ അനാമി സിവാക. നബിയേ, അങ്ങയുടെ ഔദാര്യം ഞാൻ കാക്ഷിക്കുന്നു നബിയേ. വലം യകുൻ ലി അബീ ഹനീഫത ഫിൽ അനാമി സിവാക. ഈ പാവപ്പെട്ട അബൂ ഹനീഫക്ക് സൃഷ്ടികളിൽ തങ്ങളല്ലാതെ മറ്റൊരു സഹായി ഇല്ല നബിയേ. അള്ളാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്നു. മുജാഹിദുകളുടെ ഭാഷയിൽ കൊടിയ ശിർക്ക്, അബൂജഹലിനേക്കാളും വലിയ മുശ്രിക്ക്. എങ്കിൽ ചിന്തിക്കൂ നിങ്ങൾ, ഇത് ചൊല്ലിയ അബൂ ഹനീഫ മുശ്രിക്കാണോ? അബൂ ഹനീഫ ഇമാമ് കാഫിറാണോ? ഇനി നിങ്ങൾ നോക്ക്, അബൂ ഹനീഫക്ക് ശേഷം ജീവിച്ച പണ്ഡിതനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. 10 ലക്ഷത്തോളം ഹദീസ് പാണ്ഡിത്യമുള്ള മഹാനല്ലേ ആ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. മഹാൻ പറയുകയാണ്, ഞാൻ അബൂ ഹനീഫ ഇമാമിനെ കണ്ടിട്ടില്ല. കാരണം ഹിജറ 150 അബൂ ഹനീഫ ഇമാമ് വഫാത്താകുന്ന ആ വർഷത്തിലാണ് ചില പണ്ഡിതർ പറയുന്നത് ആ ദിവസത്തിലാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ആ ശാഫിഈ ഇമാമ് പറയുന്നു, എന്താണ് പറയുന്നതെന്നോ? ഇന്നി ലഅതബറകു ബി അബീ ഹനീഫ. ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിൽ ചെന്നുകൊണ്ട് ബറക്കത്തെടുക്കുന്നു. വഅജീഉ ഇലാ ഖബ്രിഹി ഫീ കുല്ലി യൗമിൻ യഅനി സായിറാ. ഞാൻ ബഗ്ദാദിലാകുമ്പോൾ അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിൽ ചെല്ലുന്നു. മഖ്ബറയിൽ പോകൽ ശിർക്കാണ്, കുഫറാണ് എന്നല്ല പറയുന്നത്. അവിടെ പോയി ഞാൻ ബറക്കത്തെടുക്കുന്നു. എന്നിട്ട് ശാഫിഈ ഇമാം പറയുന്നത് എന്താണ്? ഫൈദാ അറദത് ലീ ഹാജത്തുൻ, എനിക്ക് വല്ല ആവശ്യവും നേരിട്ടാൽ സ്വല്ലൈതു റക്അതൈനി, 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. വജിഅതു ഇലാ ഖബ്രിഹി, അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിലേക്ക് ഞാൻ പോകുന്നു. വസഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു, ആ മഖ്ബറയിൽ വെച്ച് ഖബറിന്റെ അരികിൽ വെച്ചുകൊണ്ട് ഞാൻ ദുആ ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫമാ തബ്ഉദു അന്നി ഹത്താ തുഖ്ലാ, എന്റെ ആവശ്യം നിറവേറാതിരുന്നിട്ടില്ല. ആരാണിത് പറയുന്നത്? 10 ലക്ഷത്തോളം ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഇമാം ഷാഫിക്ക് തൗഹീദ് അറിയില്ലേ? ഇമാം ഷാഫിക്ക് ശിർക്ക് അറിയില്ലേ? മഖ്ബറയിൽ പോകുന്നതും അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നതും ജൂത നസാറാക്കളുടെ സ്വഭാവമാണെന്ന് ആഘോഷിക്കുന്ന സക്കരിയ ഇമാമുന ശാഫിഈ ജൂതരാണോ? ജൂത സംസ്കാരമുള്ളവരാണോ? ഓർക്കണം നിങ്ങൾ, 1000 വർഷം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്റെ കയ്യിൽ. താരീഖു ബഗ്ദാദ് എന്ന് പറയുന്ന അബൂബക്കർ ഇബ്നു അഹ്മദ് ബിൻ അലി അൽ ഖതീബുൽ ബഗ്ദാദി ഹിജറ 463 വഫാത്തായ പണ്ഡിതനാണ്. അവരുടെ ഗ്രന്ഥങ്ങളിലാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, നിങ്ങൾക്കറിയണോ, മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രമുഖരല്ലേ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. അഹ്മദ് ബിൻ ഹംബൽ അതാ ഇസ്തിഗാസ ചെയ്യുന്നു, മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടുകയാണ്. മഹാൻ പറയുന്നു, ഞാൻ ഹജ്ജിന് പോകുന്നു, 5 പ്രാവശ്യം പോയിട്ടുണ്ട്. 3 തവണ ഞാൻ നടന്നുകൊണ്ടാണ് പോയത്. പോകുന്ന സന്ദർഭത്തിൽ എനിക്ക് വഴിപിഴച്ചു. അങ്ങനെ വഴിപിഴച്ചപ്പോൾ ഫജഅൽതു അഖൂലു, ഞാൻ പറയാൻ തുടങ്ങി, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്, അല്ലാഹുവിന്റെ മഹാത്മാക്കളായ അടിമകളെ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, എന്റെ വഴിയരിക്ക് നിങ്ങൾ അറിയിച്ചു തരണേ.
ആരുമാരും വഴിയിലില്ല, സഹായിക്കാൻ ആരുമില്ല. അബൂ ഹനീഫ ഇമാം പറയുന്നു, ഫലമ്മ സല്ലഖൂലു ദാലിക, ഞാൻ ഇതിങ്ങനെ പറയാൻ തുടങ്ങി, ഹത്താ വഖഫ്തു അല ത്വരീഖ്, മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടിയപ്പോ എനിക്ക് വഴി പിടുത്തം കിട്ടി. പറയുന്നതാരാണ്? 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ബിൻ ഹംബലാണ് പറയുന്നത്. ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു, യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി എന്ന് പറഞ്ഞ കാരണത്തിനാൽ അവർ മുശ്രിക്കാണ്, കാഫിറാണെന്ന് പറയുന്ന സക്കരിയ, വഹാബി മൗലവിമാരെ, ജഹാലത്ത് വിളമ്പരുത്, നിങ്ങൾ വിവരക്കേട് ലോകത്തോട് വിളിച്ചു പറയരുത്. നിങ്ങൾക്കറിയാമോ, സ്വഹീഹുൽ ബുഖാരിയിൽ 18 തവണ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മഹാത്മാവ്, സ്വഹീഹ് മുസ്ലിമിൽ 31 തവണ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മഹാത്മാവാണ് ബഹുമാനപ്പെട്ട ഹാഫിള് മുഹമ്മദ് ബിനുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് തങ്ങളുടെ ഉസ്താദാണ്. മഹാനവറുകളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് നോക്ക് നിങ്ങൾ. തനിക്ക് വിഷമമുണ്ടാകുന്നു, പ്രയാസമുണ്ടാകുന്നു. അങ്ങനെ വിഷമമുണ്ടാകുമ്പോ മദീനത്ത് വെച്ചുകൊണ്ട് ആരംഭ റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിന്റെ അരികിൽ ചെല്ലുന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കുന്നു. അതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഫൈദാ വജത്തു ദാലിക, എനിക്ക് വല്ല വിഷമവും വന്നാൽ ഇസ്തഅൻതു ബിഖബരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ ചെന്നുകൊണ്ട് ഞാനിതാ സഹായം ചോദിക്കുന്നു. ആരാണിത് ചെയ്യുന്നത്? സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞങ്ങൾ തവസ്സുൽ ഇസ്തിഗാസ ജായിസാണെന്ന് പറയുന്ന ഇമാമുകളെ ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറയുന്ന മുജാഹിദുകൾ, ഓർക്കണം നിങ്ങൾ, ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ആ ബുഖാരിയും മുസ്ലിമും ഹദീസ് ഉദ്ധരിക്കുന്ന ശൈഖുൽ ഖുർആൻ 130കളിൽ വഫാത്തായ മഹാപണ്ഡിതൻ, സഹോദരന്മാരെ, അവരാണ് റസൂലുള്ളാഹിനെ കൊണ്ട് ഇസ്തിഗാസ ചെയ്യുന്നത്. ഇത് ഉദ്ധരിക്കുന്നതാരാ? ഹാഫിളുൽ ദഹബി ഇബ്നു തൈമിയ്യയുടെ ശിഷ്യരാണ്. മുജാഹിദുകൾക്ക് കൂടി സ്വീകാര്യനാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് ഖബർ ഷരീഫിന്റെ അരികിൽ വെച്ചുകൊണ്ട് സഹായം ചോദിക്കുന്നു. പറയൂ നിങ്ങൾ, ഹാഫിള് ഇബ്നുൽ ബുഖരി മുശ്രിക്കാണോ, കാഫിറാണോ? കഴിഞ്ഞോ ഹദീസ് പണ്ഡിതന്മാരിൽ പ്രമുഖനല്ലേ ഇമാം ത്വബറാനി? ഇതര 260 ജനിച്ച് 360 വഫാത്തായ പണ്ഡിതരാണ്. കഴിഞ്ഞില്ല. ഹാഫിള് ഇബ്നുൽ ബുഖരി നിങ്ങൾക്കറിയില്ലേ? ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹിബ്ബാൻ, ഹദീസ് പണ്ഡിത ലോകത്ത്, ഹദീസ് ലോകത്ത് വെള്ളി നക്ഷത്രങ്ങളായ പണ്ഡിതന്മാർ, അവർ പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അരികിലായി മദീനത്ത് താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഭക്ഷണമില്ലാതെ വിഷമിക്കുകയാണ്, ബുദ്ധിമുട്ടാകുകയാണ്. അങ്ങനെയായപ്പോൾ ഇശാഇന്റെ സമയമായി, ഞങ്ങൾക്ക് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വിശക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ അരികിൽ ചെന്നുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, വഖുൽതു, ഇമാം ഹാഫിള് ഇബ്നുൽ ബുഖരി പറയുന്നു, ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു പോയി, യാ റസൂലല്ലാഹ് അൽ ജൂഅ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് നബിയേ, ഞങ്ങൾക്ക് വിശപ്പുണ്ട് നബിയേ. ആരാണിത് പറയുന്നത്? വഹാബി മൗലവിമാരെ പോലെ നമ്മുടെ നാട്ടിലുള്ള ബാലനും രാമനും ഒക്കെ മുസ്ലിമാണെന്ന് പറയുന്ന പടുജാഹിലുകളായ മൗലവിമാരല്ല പറയുന്നത്. ലോകത്ത് ഏറ്റവും വലിയ ഹദീസ് വിജ്ഞാന പ്രചരണ രംഗത്ത് സജീവ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതരായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുകൾ പാണ്ഡിത്യമുള്ള ഇമാം ത്വബറാനിയാണ്, ഇമാം ഇബ്നുൽ മുഖരിയാണ്, ഇമാം ഇബ്നുൽ ഹിബ്ബാനാണ്. സഹോദരന്മാരെ, അങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ച് വിശക്കുന്നു എന്ന് പറഞ്ഞ് സഹായം ചോദിച്ചപ്പോൾ ഭക്ഷണം കിട്ടി എന്ന് പറയുന്നത് ഞങ്ങളല്ല, നിങ്ങളെ നേതാവ് ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ